നമസ്കാരം. ലോകം മുഴുവൻ കാലാവസ്ഥാ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. മഴയും വെയിലും മഞ്ഞുമെല്ലാം കാലം തെറ്റിയെത്തുന്നു. ഇന്നലെ പെയ്ത മഴയിൽ UAE-യിലുടനീളം നാശനഷ്ടമുണ്ടായിരുന്നു. വരുന്ന വ്യാഴാഴ്ച വരെ UAE-യിൽ അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ റിപ്പോർട്ട് അനുസരിച്ച് മഴയും കാറ്റും മാറി മാറി വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. തെക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് ഉപരിതല ന്യൂനമർദ്ദം വ്യാപിപ്പിക്കാൻ സാധ്യതയുള്ളതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചില തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും വടക്ക് കിഴക്കൻ മേഖലകളിലും ഇടവിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ക്രമേണ വടക്ക് കിഴക്ക് മുതൽ വടക്ക് പടിഞ്ഞാറ് വരെ കാറ്റ് വ്യാപിക്കും. ചില സമയങ്ങളിൽ കാറ്റിന്റെ വേഗത വർദ്ധിച്ചേക്കാം. കാറ്റിനൊപ്പം പൊടിയും മണലും വീശാൻ സാധ്യതയുണ്ട്. അപകടമുണ്ടാകാതിരിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും പറയുന്നുണ്ട്. അറബിക്കടലും ഒമാൻ കടലും പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ടെന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം രാജ്യത്തെ കാലാവസ്ഥ നേരിയ തോതിൽ ഭാഗികമായോ പൂർണ്ണമായോ മേഘാവൃതമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വടക്കൻ തീരപ്രദേശങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യത ഏറെയാണ്. ക്രിസ്മസ് ദിനം വരെ മഴ തുടരാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളിൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. രാത്രി ഈർപ്പമുള്ള കാലാവസ്ഥയായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചില ആന്തരിക പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച രാവിലെ വരെ ഇത് തുടരാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. നേരിയതോ മിതമായതോ ആയ കാറ്റ് വടക്ക് പടിഞ്ഞാറൻ മുതൽ വടക്ക് കിഴക്ക് ദിശകളിലേക്ക് രാജ്യത്ത് ഉടനീളം വീശും. 10 മുതൽ 25 കിലോമീറ്റർ വേഗത്തിലായിരിക്കും കാറ്റ് വീശുക. ചില അവസരങ്ങളിൽ കടലിന് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാറ്റിന്റെ വേഗത 40 കിലോമീറ്റർ വരെ ആകാനും സാധ്യത പറയുന്നുണ്ട്. അറേബ്യൻ ഗൾഫ് കടലും ഒമാൻ കടലും നേരിയ തോതിൽ പ്രക്ഷുബ്ധമായിരിക്കുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഒമാൻ കടലിൽ പ്രക്ഷുബ്ധമായ സാഹചര്യം ഉള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UAE-യുടെ ചില ഭാഗങ്ങളിൽ ഞായറാഴ്ച രാത്രി മഴ പെയ്തിരുന്നു. ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഞായറാഴ്ച ദ്വീപുകളിലും ചില വടക്കൻ തീരപ്രദേശങ്ങളിലും മഴ പ്രതീക്ഷിക്കുന്നതായി നേരത്തെ പ്രവചിച്ചിരുന്നു. റാസൽ ഖൈമയിൽ ഇന്നലെ കനത്ത മഴയാണ് പെയ്തത്. റോഡുകളിൽ വെള്ളം കയറിയതോടെ പലയിടത്തും ഗതാഗതത്തിന് തടസ്സം നേരിട്ടു. റാസൽ ഖൈമയിലെ ജബൽ റയീസ് റോഡുകളിലും ഇന്നലെ ഭേദപ്പെട്ട മഴ ലഭിച്ചെന്നാണ് വിവരം. പ്രക്ഷുബ്ധമായ സാഹചര്യം കാരണം കടലിൽ ഇറങ്ങാനോ കുളിക്കാനോ പാടില്ലെന്നും കടലിൽ പോവുകയോ ഏതെങ്കിലും സമുദ്ര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ UAE-യിൽ പെയ്ത കനത്ത മഴയിലും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മലയാളികളടക്കം ആയിരക്കണക്കിന് ആളുകൾ ദുരിതത്തിലായിരുന്നു. 75 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയാണ് 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് പെയ്തത്. അബുദാബി എൽ ഐൻ മേഖലയിൽ മാത്രം ഒറ്റ ദിവസം 254.8 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു. അതിശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും മിന്നലും ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കിയിരുന്നു. 7 എമിറേറ്റുകളും വെള്ളത്തിൽ മുങ്ങിപ്പോയി. കോടികളുടെ നാശനഷ്ടമാണ് കണക്കാക്കപ്പെട്ടത്. വീടുകളിലും വാഹനങ്ങളിലും വെള്ളം കയറി പലർക്കും വിലപ്പെട്ട രേഖകൾ ഉൾപ്പെടെ നഷ്ടമായിരുന്നു. ഒട്ടേറെ പേരാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും കുടുങ്ങിപ്പോയത്. മോശം കാലാവസ്ഥ വിമാന സർവീസുകളെയും ബാധിച്ചിരുന്നു. റൺവേകളിൽ വെള്ളം കയറിയതോടെ ഒട്ടുമിക്ക വിമാന സർവീസുകളും വൈകുകയോ റദ്ദാക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.